മലപ്പുറം വളാഞ്ചേരിയിൽ അനധികൃത തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിച്ച വ്യാപാരികൾ. അനധികൃത തെരുവ് കച്ചവടങ്ങൾ നിയമാനുസൃത കച്ചവടക്കാർക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരികളുടെ നടപടി. നഗരസഭയ്ക്കും പോലീസിനും നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ദിനംപ്രതി കൂണുപോലെ മുളച്ചു പോന്തുന്ന തെരുവ് കച്ചവടങ്ങൾക്കെതിരെയാണ് അസാധാരണ സമരവുമായി വളാഞ്ചേരിയിലെ വ്യാപാരികൾ രംഗത്തെത്തിയത്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ലൈസൻസും എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഭീഷണിയാണ് ഇത്തരം അനധികൃത തെരുവ് കച്ചവടങ്ങളെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. പലകുറി ഇക്കാര്യം സംബന്ധിച്ച് നഗരസഭയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടിയില്ലാതായതോടെയാണ് തെരുവ് കച്ചവടങ്ങൾ ഒഴിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയതെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. വളാഞ്ചേരിയിലെ വ്യാപാരി സമൂഹം ഒരു അസാധാരണമായ സമരത്തിന് നേതൃത്വം നൽകുക. ദിനേന വ്യാപാര സ്ഥാപനങ്ങൾക്ക് താഴെ വീഴുക. അങ്ങനെ നിവൃത്തിയില്ലാതെയാണ് ഞങ്ങൾ ഈ സമരത്തിന് വന്നത്. എല്ലാ നിബന്ധനകളും പാലിച്ച് എല്ലാ ലൈസൻസും എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ മുമ്പിൽ നിർബാധം വിറ്റഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയോടും പോലീസിനോടും ഒക്കെ ഈ കാര്യങ്ങൾ പലവട്ടം പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നടപടി ഇല്ലാതെ വന്നപ്പോഴാണ് ഈ സമരം ഏതാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം. വളാഞ്ചേരിയിൽ ഇത്തരത്തിലുള്ള അനധികൃത കച്ചവടങ്ങൾ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. തെരുവ് കച്ചവടങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും അവർ മാർക്കറ്റിലോ മറ്റോ മുറിയെടുത്ത് കച്ചവടം ചെയ്യട്ടെ എന്നും അവരെ ദ്രോഹിക്കാനോ മുതൽ നശിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. നമ്മളെ അവരെ കച്ചവടത്തിന് എതിരോ അല്ലെങ്കിൽ അവർ കച്ചവടം ചെയ്യണ്ട എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. നിയമാനുസൃതം അവർക്ക് റൂം എടുത്ത് കച്ചവടം ചെയ്യാം. മത്സ്യ കച്ചവടം മാർക്കറ്റിൽ ചെയ്യാം. മാർക്കറ്റ് വളരെ വിശാലമായി കാലിയായി കിടക്കുക, അവിടെ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാം. ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരാൾക്ക്, ഒരു കസ്റ്റമർക്ക് കടയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതി ബ്ലോക്ക് ആക്കിയിട്ട് കച്ചവടം ചെയ്യുന്നതിന് ഏതായാലും വളാഞ്ചേരിയിൽ വ്യാപാരി വ്യവസായി ഇനിമേൽ അനുവദിക്കുന്നതല്ല. 16-ൽ പരം ലൈസൻസ് എടുത്ത് വൈദ്യുതി ബില്ലും വൻതുക വാടകയും തൊഴിലാളികളുടെ ശമ്പളവും അടക്കം സഹിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് അനധികൃത കച്ചവടം നഷ്ടമുണ്ടാക്കുന്നു. അനധികൃത കച്ചവടം അനുവദിക്കില്ലെന്നും നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ വ്യാപാരി സംഘടന സംവിധാനം ഒരുക്കണമെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.